മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായിട്ട് ദൈവമക്കളുടെ മധ്യേ കടന്നു വരുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. താങ്ക് യു ബ്രദർ പാത്തർ, താങ്ക് യു ബ്രദർ റൗലൻസ് ആൻഡ് സിസ്റ്റർ ആൻജി, ബ്രദർ പെർഗി. സൗത്ത് ആഫ്രിക്കയിലുള്ള വേൾഡ് FM റേഡിയോയിൽ കൂടി ലോകമെമ്പാടും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ അടിയന് ഒരു ഭാഗ്യം ഒരുക്കി തന്നവൻ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പേര് ജോസ് വിളയശ്ശേരിൽ, പത്തനംതിട്ട ജില്ലയിൽ കിടങ്ങന്നൂർ എന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. ഞാനിപ്പോൾ ദുബായിൽ ജോലി ചെയ്ത് കർത്താവിൻ്റെ പ്രേക്ഷിത വേല കുടുംബമായിട്ട് ചെയ്യുന്നു. ദൈവം ഇങ്ങനെ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എനിക്ക് ദൈവം തന്നതിൽ വളരെ സന്തോഷം. ദൈവം താൻ സ്നേഹിക്കും മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതാണല്ലോ നമുക്ക് ദൈവം തരുന്നത്. ദൈവമക്കളെ, ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ ഉള്ള ഒരു വിശകലനമാണ് ദൈവമക്കളായ നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതേ പോർഷൻ തന്നെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും ഈ ഒരു സ്ക്രിപ്ചർ പോർഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 51-ാം വാക്യം അത് കീവേഡായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. 51-ാമത്തെ വാക്യം, യേശു അവനോട്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബു, നീ എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ അവനോട് പറഞ്ഞു. ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കണം. ദൈവമക്കളെ, ഇതിൻ്റെ പശ്ചാത്തലം യേശുവും തൻ്റെ ശിഷ്യന്മാരും ഒത്ത് യെരിഹോവിൽ എത്തി. അവിടെ വലിയ പുരുഷാരം ഉണ്ടായിരുന്നു. വലിയ ജനത്തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. അപ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ട്. കാരണം ദൈവത്തെ സ്നേഹിക്കുകയും കരുതുകയും ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് ദൈവം ഒരു കാവലായിരിക്കും. ആ കാവൽ എന്തെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കും. അതാണ് അവൻ യെരിഹോവിൽ എത്തി ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്, പുറപ്പെടുകയാണ്. അപ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. തിമായിയുടെ മകനായ ബർത്തിമായി ആ വഴിയോരത്ത് നാളുകളായി ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നു. ഈ ബർത്തിമായിയെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ, ബർത്തിമായി കരയുന്ന, നിലവിളിക്കുന്ന, അല്ലെങ്കിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ പ്രബോധനപുത്രൻ എന്നാണ് ബർത്തിമായിയെക്കുറിച്ച് അവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ബർത്തിമായി അവിടെ
കർത്താവ് അവനെ കണ്ണു കാണുവാൻ പറ്റില്ല. അവൻ കേൾക്കുന്നത് പൂർണ്ണമായും അവൻ്റെ ജീവിതത്തിൽ അവൻ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു അവൻ്റേത്. അപ്പോൾ വലിയ ജനത്തിൻ്റെ ആരവം അവിടെ കേട്ടപ്പോൾ അവൻ അവിടെ തൊട്ടടുത്ത് നിന്ന ആൾക്കാരോട് ചോദിച്ചു, എന്താണ് വലിയ ജനത്തിൻ്റെ ആരവം കേൾക്കുന്നത്? ജനം തിക്കിത്തിരക്കി പോകുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് ഈ ഭർത്യമായി മനസ്സിലാക്കി അടുത്ത് നിന്ന തൊട്ടടുത്ത് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന കണ്ണ് കാണുന്ന വ്യക്തികളോട് ചോദിച്ചപ്പോൾ പറയുകയാണ് അതിൻ്റെ 47 നസറേനായ യേശു ഇതുവഴി കടന്നു പോകുന്നു. നസറേനായ യേശു ഇതുവഴി കടന്നു പോകുന്നു. അവനെ കാണുന്നതിനും അവനിൽ നിന്നും ലഭിക്കുന്ന ആ ദിവ്യ വചസ്സുകൾ മനസ്സിലാക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും അത്ഭുതങ്ങൾ കാണുവാനും അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയും ഒക്കെയുമാണ്. അപ്പോൾ അവൻ അന്നുവരെ കേട്ടുകൊണ്ടിരുന്ന ആ യേശുവിനെ തൊട്ടരികിൽ വന്നു എന്ന് അവൻ മനസ്സിലാക്കി. കാരണം യേശുവിനെ കണ്ടിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ആ കുരുടനായ മനുഷ്യൻ അവിടെ നിന്നും നിലവിളിക്കുകയാണ്. കാരണം എൻ്റെ ഈ അന്ധകാരത്തെ പ്രകാശമാക്കുവാൻ കഴിവുള്ള നസറേനായ യേശു എൻ്റെ വെളിപ്പാട് അകലെയാണ് എന്ന് അവന് മനസ്സിലായി. അവന് വെളിപ്പാട് അകലെയാണ് എങ്കിലും ഈ ജനത്തിൻ്റെ ആരവം നിമിത്തം അവൻ പതുക്കെ വിളിച്ചാൽ യേശു കേൾക്കില്ല എന്ന് അവൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. അപ്പോഴാണ് അവൻ അതിൻ്റെ 47 താഴോട്ട് വായിക്കുന്നത്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ബർത്തിമായി എന്ന് പറഞ്ഞാൽ പ്രബോധനപുത്രൻ. അവൻ ഉച്ചത്തിൽ കരയുന്നു, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു, ഉച്ചത്തിൽ അവൻ സംസാരിക്കുന്നത് സ്വർഗം കേൾക്കത്തക്ക രീതിയിലുള്ള പ്രാർത്ഥനയും ശബ്ദവുമാണ് അവനിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ അത്യുച്ചത്തിൽ വിളിക്കണം എങ്കിൽ അവൻ്റെ ആവശ്യം അവന് അത്യാവശ്യമാണ് എന്ന് അവൻ മനസ്സിലാക്കിക്കൊണ്ട് അത്യുച്ചത്തിൽ വിളിച്ചു. കാരണം ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന്, അല്ലെങ്കിൽ ഒരു സഭയിൽ, സമൂഹത്തിൽ അത്യാവശ്യം അനുസരിച്ചാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. മുന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അതിനു വേണ്ടി മുൻപോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇന്ന് ലഭിക്കേണ്ടത് ഇന്ന് ലഭിക്കണം എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത് അത് നേടണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയായിരിക്കും ആ കാര്യം ചെയ്യുന്നത്. അതേപോലെയാണ് അവൻ മനസ്സിലാക്കിയത്. ഇന്നുവരെയും ഞാൻ കേട്ടറിഞ്ഞ നസറേനായ യേശു എൻ്റെ വെളിപ്പാട് അകലെ എത്തിയിരിക്കുന്നു. അവനെ നേരിട്ട് കാണുവാനും നേരിട്ട് അവനെ ഒന്ന് സ്പർശിക്കുവാനും എൻ്റെ വെളിപ്പാട് അകലെ അവൻ എത്തിയിരിക്കുന്നു. അതാണ് അവന് ഇപ്പോൾ എനിക്ക് ലഭിക്കും എന്ന പൂർണ്ണ മനസ്സോടുകൂടി അത്യുച്ചത്തിൽ അവൻ വിളിച്ചു. കാരണം ജനങ്ങളുടെ ആരവത്തിന് ഇടയിൽ അവൻ്റെ ശബ്ദം കേൾക്കുവാൻ ആൾക്കാർക്ക് ആ യേശുവിനെ പറ്റില്ല. ആൾക്കാർ അവനെ നിരുത്സാഹപ്പെടുത്തി. കാരണം 48 പറയുന്നുണ്ട്, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് പറയുന്നത്. കാരണം
നാം ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുമ്പോൾ, ദൈവത്തിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം സംഭവിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തികമായ ഭൗതികമായ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, ഇതിൻ്റെ ഉറവ എവിടെയെന്ന് അനേകർ അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കും. ആ ഉറവയെ അടയ്ക്കുവാൻ ശ്രമിക്കുന്ന അനേകർ ഈ ലോകത്തിൽ ഉണ്ട്. ദൈവമക്കളെ, ആ ഉറവ അവൻ്റെ വെളിപ്പാടകലെ, അവൻ്റെ കയ്യെത്താ ദൂരത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ അത്യാവശ്യമായ കാര്യം എനിക്ക് നേടണം. ഇത്രയും വർഷം ഞാൻ അന്ധനായി നടന്നു, പ്രകാശമില്ലാതെ ഇരുട്ടിൽ കൂടി ഞാൻ നടന്നു. ബാഹ്യമായ കണ്ണ് അവൻ ലോകപ്രകാരം ബാഹ്യമായ കണ്ണിൽ കൂടി ഒന്നും കാണുന്നില്ല. ആന്തരികമായ കണ്ണിൽ കൂടി അവൻ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത വ്യക്തി, അവൻ മനസ്സിലാക്കി, നസറേയനായ യേശു ക്രിസ്തു ഇന്ന് എൻ്റെ തൊട്ടരികിൽ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ആ അനുഗ്രഹം അടച്ചു കളയുവാൻ അനേകർ കടന്നു വന്നു. അവനോട് പറഞ്ഞു, നീ ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യനാണ്. നീ ഭിക്ഷ യാചിച്ചുകൊണ്ട് നിന്റെ ജീവിത അവസാനം വരെയും ജീവിക്കുക. നിനക്കൊരു നന്മ ലഭിച്ചിട്ട് നിനക്കെന്ത് നേടാനാണ്? അവൻ്റെ അനുഗ്രഹത്തെ, അവൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ ഉറവയെ അടച്ചു കളയുവാൻ അനേകർ മുൻപോട്ട് വന്ന് അവനോട് പറയുകയാണ്. മിണ്ടാതിരിക്കുവാൻ അവനെ ശാസിച്ചു. മിണ്ടാതിരിക്കുവാൻ അവനെ ശാസിച്ചു. കാര്യം, നിനക്കൊരു അനുഗ്രഹം വരുന്നത് അനേകർ തടയും. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്നും ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുവാൻ തുടങ്ങുമ്പോൾ അനേകർ നിങ്ങളുടെ ആ അനുഗ്രഹത്തെ അടച്ചു കളയുവാൻ അനേകർ മുൻപിലേക്ക് വരും. എങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ഇത്രയും നാളത്തെ എൻ്റെ കണ്ണുനീരിൻ്റെ ഫലം എൻ്റെ കയ്യെത്താ ദൂരത്ത് വന്നിരിക്കുന്നു. എൻ്റെ ദൈവം അത് തരുവാൻ അനുവാദത്തോടുകൂടി എൻ്റെ അടുത്തേക്ക് യേശു കടന്നു വന്നിട്ടുണ്ട്. ആ അനുഗ്രഹം തടഞ്ഞു വെക്കുവാൻ അനേകർ വരും. നമ്മുടെ കൂടെ നടന്ന വ്യക്തികൾ കടന്നു വരും. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ചേർച്ചക്കാർ, നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് കരുതിയ വ്യക്തികൾ പോലും ആ അനുഗ്രഹം അടച്ചു കളയുവാൻ കടന്നു വരും. കാരണം നിന്നിലൊരു അനുഗ്രഹം അവർക്ക് കാണുവാൻ ഉള്ള ഹൃദയം അവർക്കില്ല. നിന്നിലുള്ള അനുഗ്രഹം അവർക്ക് കാണുവാനുള്ള കണ്ണവർക്കില്ല. നീ ഒരു അനുഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ ഈ ലോകത്തിൽ ജീവിക്കണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ നിന്നെ അടിച്ചമർത്തുവാൻ ആൾക്കാർ കാണും. അതാണ് അവനോട് പറഞ്ഞത്. ഭിക്ഷയാചിക്കുന്ന നീ യേശുവിനോട് നത്യുച്ചത്തിൽ നിലവിളിച്ചാലും നിന്റെ ഈ നിലവിളി യേശു കേൾക്കുവാൻ പോകുന്നില്ല എന്ന് അവനെ പരിഹസിച്ചുകൊണ്ട് ആൾക്കാർ പറഞ്ഞു. എങ്കിലും അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ അത്യുച്ചത്തിൽ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. നീ എൻ്റെ വെളിപ്പാട് അകലെ നീ നിൽക്കുന്നു. എൻ്റെ അനുഗ്രഹത്തെ അടച്ചു കളയുവാൻ എൻ്റെ ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുവാൻ പോലും, നിലവിളിക്കോ എൻ്റെ നിലവിളി കേൾക്കാതിരിപ്പാൻ അവർ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ പോലും അവർ ബഹളം കൂട്ടുന്നു. നീ എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിലവിളി നീ കേൾക്കണമേ എന്ന് അവൻ ഏറ്റവും അത്യുച്ചത്തിൽ അവൻ നിലവിളിച്ചു. നാൽപ്പത്തിയൊൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട്, അപ്പോൾ യേശു നിന്നു എന്നാണ് പറയുന്നത്. 49 പറയുന്നു,
അപ്പോൾ യേശു നിന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, നിങ്ങളുടെ ആഗ്രഹം എന്തുമാകട്ടെ, നിങ്ങൾ യഥാർത്ഥമായും ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവത്തിനു വേണ്ടി ചിന്തിപ്പാൻ, ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ നിങ്ങൾ യഥാർത്ഥമായും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ദൈവത്തെ അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താം. ദൈവത്തെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആവശ്യം ദൈവസന്നിധിയിൽ നിരത്തിവെച്ച് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. അതാണ് അവൻ്റെ നിലവിളിക്ക് മുൻപിൽ യേശു അവിടെ നിന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് യേശു അവിടെ നിന്നവരോട് പറയുകയാണ്, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. യേശു അവിടെ നിൽക്കുക, യേശു അവൻ്റെ നിലവിളി കേട്ട് യേശു അവിടെ നിന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട്, അടുത്തു നിന്ന വ്യക്തികളോട് പറയുകയാണ്, അവനെ വിളിപ്പീൻ. കാരണം യേശു നിനക്കു വേണ്ടി എഴുന്നേറ്റാൽ, യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ച് മുൻപോട്ട് വന്നാൽ, നിന്നെ വിലക്കിയ വ്യക്തികൾ, നിന്നെ പരിഹസിച്ച വ്യക്തികൾ, നിനക്ക് ഒരു നന്മയും കാണരുതേ എന്ന ആഗ്രഹത്തോടുകൂടി നിന്റെ ചുറ്റും നിന്ന വ്യക്തികൾ യേശുവിൻ്റെ ശബ്ദം അവിടെ ഉയർന്നപ്പോൾ അവർ നിശബ്ദരായി. ആ പരിഹസിച്ച വ്യക്തികളോട് തന്നെയാണ് പറഞ്ഞത്, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. അവനെ ആര് അമർച്ച ചെയ്തോ, അവൻ മുൻപോട്ട് ജീവിക്കുവാൻ, അവൻ അനുഗ്രഹം നേടരുതേ എന്ന് പറഞ്ഞ വ്യക്തികളോടാണ് പറഞ്ഞത്, നീ അവരെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. എന്നിട്ട് തൊട്ട് അടുത്ത് പറയുക, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ യേശു വിളിക്കുന്നു എന്നവർ പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന അനേക വ്യക്തികൾ കാണും. നമ്മെ സ്നേഹിക്കുന്നു എന്ന് കരുതി നിനക്ക് നന്മ വരണം എന്ന് പറയുന്ന വ്യക്തികൾ നിനക്കൊരനുഗ്രഹം വരുവാൻ തുടങ്ങുമ്പോൾ, നിനക്ക് ദൈവം ഒരു ഉറവ തുറന്നു തരുമ്പോൾ അതിനെ അടയ്ക്കുവാൻ ശ്രമിച്ച വ്യക്തികൾ ആരെന്ന് അപ്പോൾ മനസ്സിലാക്കും. എപ്പോൾ യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, യേശു നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ, യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ നീ മനസ്സിലാകും, എന്നെ പുച്ഛിച്ചവര്, എന്നെ മാറ്റി നിർത്തിയവര്, എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ കരുതിയവർ, അവർ ആരെന്ന് തിരിച്ചറിയുവാൻ തുടങ്ങും. ദൈവമക്കളെ, ഇതുതന്നെയാണ് നസ്രയനായ യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഇത്രയും നാൾ എതിരാളികളായി പ്രവർത്തിച്ച, നമുക്ക് നന്മ വരരുതേ എന്ന് പ്രവർത്തിച്ച, ചിന്തിച്ച വ്യക്തികളെ തിരിച്ചറിയുവാൻ കഴിയുന്നത് നിന്റെ ജീവിതത്തിൽ യേശു കടന്നു വരുമ്പോഴാണ്. യേശു നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങുമ്പോഴാണ് നിന്റെ ശത്രുക്കൾ ആരൊക്കെ ആയിരുന്നു എന്ന് ആ നിമിഷം മനസ്സിലാക്കുന്നത്. ആ ബർത്തിമായെ അവൻ നിലവിളിക്കുവാൻ ശ്രമിച്ചപ്പോൾ, അവൻ അനുഗ്രഹം ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നിലവിളിച്ചപ്പോൾ, ആ നിലവിളിയെ അവർ നിരുത്സാഹപ്പെടുത്തി അവനെ അമർച്ച ചെയ്യുവാൻ, നീ ഭിക്ഷയാചിക്കുന്ന നിനക്ക് ഇനി ഒരു അനുഗ്രഹം നിനക്ക് ലഭിക്കുന്നത് എന്തിന് എന്നുള്ള പുച്ഛഭാവത്തോടുകൂടി പറഞ്ഞ വ്യക്തികളോട് തന്നെയാണ് യേശു പറഞ്ഞത്. യേശു അവിടെ നിന്നിട്ട് അവനെ വിളിപ്പീൻ. എന്നിട്ട് അവർ തന്നെയാണ് പറയുന്നത്, നീ ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, യേശു നിന്നെ വിളിക്കുന്നു. കാരണം അത്രയും നേരം അവരുടെ ഹൃദയത്തിൽ നിന്നും വന്ന ആ വഞ്ചനാസ്വരം, അത്രയും നേരം അവരുടെ ഹൃദയത്തിൽ നിന്നും വന്ന ആ കറുത്ത മുറിപ്പാടുകൾ,
കറുത്ത മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം, അത് അവൻ മനസ്സിലാക്കി. നിന്റെ മിത്രങ്ങൾ ആരെന്നും നിന്റെ ശത്രുക്കൾ ആരെന്നും യഥാർത്ഥമായിട്ടും യേശു അവിടെ കാണിക്കുകയാണ്. ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ ചാർച്ചക്കാർ, നമ്മുടെ സ്നേഹിതര്, കൂട്ടുവിശ്വാസികളെ പലരും കാണും നമ്മളെ സ്നേഹിക്കുന്നു എന്ന്. പക്ഷെങ്കിൽ യഥാർത്ഥമായ അനുഗ്രഹം നിന്നിലേക്ക് വരുമ്പോൾ, വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, നിന്നിലേക്ക് വരുമ്പോൾ നിന്റെ ആത്മീയ ജീവിതത്തെ അത് മുരടിപ്പിക്കുവാന്, നിന്റെ കുടുംബജീവിതത്തിൽ സന്തോഷമില്ലായ്മ വരുത്തുവാന്, നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിനക്കൊരു ഉയർച്ച വരരുതേ എന്ന് ആശിച്ചുകൊണ്ട് നിനക്ക് പ്രവർത്തിക്കുന്ന വ്യക്തികളെ നീ തിരിച്ചറിയുന്നത് യേശു നിനക്കു വേണ്ടി എഴുന്നേൽക്കുമ്പോഴാണ്. യേശു നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങുമ്പോൾ മനസ്സിലാകും, എന്നെ അധികം സ്നേഹിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആയിരുന്നല്ലോ എൻ്റെ ചുറ്റും നിന്നവർ എന്ന് മനസ്സിലാക്കാതെ അവർ വിരോധികളായിരുന്നു എന്ന് മനസ്സിലാക്കി. ആ വിരോധികളോട് യേശു പറഞ്ഞു, അവനെ വിളിപ്പീൻ. ആ വിരോധികൾ തന്നെയാണ് പറഞ്ഞത്, നീ എഴുന്നേൽക്ക, ധൈര്യപ്പെടുക, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞത്. ദൈവമക്കളെ, പിന്നീട് താഴേക്ക് വായിക്കുമ്പോൾ അവനോട് എന്താണ്? വിളിപ്പീൻ, ധൈര്യപ്പെടുക എന്ന് പറഞ്ഞു. കുരുടനെ വിളിച്ചു. 50 പറയുന്നത്, അവൻ തൻ്റെ പുതപ്പിട്ടു കളഞ്ഞ് ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അവൻ പുതപ്പ്, കാര്യം റോമ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ആ ദേശം, അവിടെ ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു വ്യക്തിക്ക് റോമ ഗവൺമെന്റ് സീല് ചെയ്ത ഒരു പുതപ്പ് അവിടെ ഭിക്ഷ യാചിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കും. അത് പുതച്ചുകൊണ്ട് മാത്രമേ അവിടെ തെരുവുകളിൽ ഭിക്ഷ യാചിക്കുവാൻ പറ്റുകയുള്ളൂ. അത് അന്നത്തെ നിയമമാണ്. പക്ഷെങ്കിൽ അന്നുവരെയും അവൻ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന അവൻ്റെ അനുഗ്രഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്ന അവൻ്റെ ആ പുതപ്പ്, റോമ ഗവൺമെന്റ് കൊടുത്ത ആ പുതപ്പ് അവൻ വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം എന്നെ യേശു വിളിച്ചു, യേശു എനിക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങി, യേശു എനിക്ക് വേണ്ടി കരുണ ചൊരിയുവാൻ തുടങ്ങി. അപ്പോൾ അവൻ ആ നിന്നയുടെ പുതപ്പ് അവൻ വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം അവനറിയാം, എന്നെ യേശു വിളിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷം മുതൽ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹം തന്നെയായിരിക്കും. ഇനിയും ഈ ജോലിക്ക് ഈ നിന്നയുടെ പുതപ്പ് ഇനിയും എൻ്റെ ജീവിതത്തിൽ ആവശ്യം ഇല്ല എന്നവൻ പൂർണ്ണമായിട്ടും അവൻ വിശ്വസിച്ചു. കാരണം ഈ ലോകത്തിൻ്റെ ഉടയവനായ എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു, എൻ്റെ നിലവിളി ശ്രദ്ധിച്ചു, എൻ്റെ നിലവിളി മനസ്സിലാക്കി, എൻ്റെ ആവശ്യം കർത്താവ് മനസ്സിലാക്കി, എന്നെ നിന്ദിച്ചവരെ ദൈവം ആരൊക്കെയെന്ന് മനസ്സിലാക്കി തന്നു. അതാണ് അവൻ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റു, യേശുവിൻ്റെ അടുക്കൽ ചെന്നു. കാരണം നാം ചിന്തിക്കും, അവൻ എങ്ങനെയാണ് യേശുവിന്, ഈ കുരുടനായ മനുഷ്യൻ എങ്ങനെ യേശുവിൻ്റെ അടുത്ത് ചെന്നു? അവൻ പുറമേ നോക്കുമ്പോൾ അവൻ കുരുടനാണെങ്കിലും അവൻ അകമേ അവൻ്റെ ഉൾക്കണ്ണ് അവൻ തുറന്നിരിക്കുകയാണ്. കാരണം യേശു അവിടെ നിന്ന് അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ, അവൻ്റെ പുതപ്പ് അവൻ വലിച്ചെറിഞ്ഞ ആ നിമിഷം മുതൽ, അവൻ നിന്നയുടെ പരിഹാസത്തിൻ്റെ അനേകമായ, അവൻ പുതച്ചുകൊണ്ട് നടന്ന, അവൻ അടുക്കി പിടിച്ചുകൊണ്ട് നടന്ന പല കാര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ അവൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞപ്പോൾ മുതൽ അവന് സൗഖ്യം വന്നു കഴിഞ്ഞു. കാരണം അത്രമാത്രം യേശുവിനെ സ്നേഹിക്കുകയും അത്രമാത്രം യേശുവിനെ വിശ്വസിക്കുകയും ചെയ്ത
ഒരു വ്യക്തിയായിരുന്നു ബർത്തിമായി. അവൻ യേശുവിൻ്റെ അടുക്കൽ ചെന്നു, അവൻ ഓടിച്ചെന്നു എന്നാണ് പറയുന്നത്. നമുക്കതിൽ നിന്നും മനസ്സിലാക്കാം, യേശു വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ ചെന്നു. യേശു അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം എന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നു? ഒരു ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരു സഹായമല്ല ആവശ്യപ്പെട്ടത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുടുംബമുണ്ട്, എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് പണം ആവശ്യമുണ്ട്. അതൊന്നുമല്ല അവൻ ചോദിച്ചത്. യേശു അവൻ്റെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് അവനിൽ നിന്നും, അവൻ്റെ നാവിൻ തുമ്പിൽ നിന്നും തന്നെ നിനക്ക് ലഭിക്കുവാനുള്ള അനുഗ്രഹം നിന്റെ നാവിൻ തുമ്പ് കൊണ്ട് പറയുമ്പോഴാണ് അവിടെ അനുഗ്രഹം വർദ്ധിക്കുന്നത്. ദൈവമക്കളെ, നാം അനേക ദൈവവചനങ്ങൾ നാം കേൾക്കും. മീഡിയയിൽ കൂടിയും ലൈവായി നമ്മൾ നേരിട്ടും പല സ്ഥലങ്ങളിൽ നിന്നും നാം ദൈവവചനം കേൾക്കും. പക്ഷെങ്കിൽ നാം നമ്മുടെ ചെവി കൊണ്ട് നാം കേൾക്കുന്നു, നാം അത് ചിലത് ഹൃദയത്തിൽ സംഗ്രഹിക്കും, കുറെ കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും നമ്മുടെ ജീവിതത്തിൽ നിന്നും. പക്ഷെങ്കിൽ നീ കേൾക്കുന്ന വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ നാവിൻ തുമ്പിൽ നിന്നും അത് പുറത്തേക്ക് വരും. അപ്പോഴാണ് ദൈവം അവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നത്. അനേകരെ അടിച്ചമർത്തുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അനേകരെ ക്രിസ്തീയ ജീവിതത്തിൽ ഉയർച്ച വരുത്തുവാൻ ശ്രമിക്കാതെ ഇരിക്കുന്നത്, അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർക്കൊരു വളർച്ച ഉണ്ടാകാത്തതിൻ്റെ കാരണം അനേകർ അവരെ അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ സ്വയം ചിന്തിക്കണം. ദൈവവചനം ഞാൻ പഠിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെവിയിൽ കൂടി ഞാൻ കേൾക്കുന്ന വചനം, കണ്ണിൽ കൂടി കാണുന്ന അനേക മിറക്കിൾസ്, അത്ഭുതങ്ങൾ, ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണമായും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ദൈവത്തോട് അനുഗ്രഹം ചൊരിയുന്നത്. കാരണം അനേകർക്ക് പറ്റുന്ന തെറ്റ് അതാണ്. ചിലർ പറയും, ഞങ്ങൾക്കതിനുള്ള കഴിവില്ല, ഞങ്ങൾക്കതിനുള്ള എബിലിറ്റി ഇല്ല. ദൈവമക്കളെ, ഈ ലോകത്തിൽ ആരെയും പൂർണ്ണരായിട്ട് വിട്ടിട്ടില്ല. സ്വയം അവർ നേടിയിട്ടുള്ളതാണ് ആത്മീയ ജീവിതത്തിലെ അനേകമായ അനുഗ്രഹങ്ങൾ. നിങ്ങൾ കർത്താവിൻ്റെ വചനം നിങ്ങൾ പഠിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അത് എന്നിൽ കൂടി ഒരു വ്യക്തിയെങ്കിലും ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ മുൻപോട്ട് ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകും. ചിലർ പറയും, എനിക്ക് പ്രസംഗിപ്പാൻ എനിക്കറിയില്ല, എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ദൈവമക്കളെ, നിങ്ങളുടെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ഒരാവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഏതെല്ലാം രീതിയിലായിരിക്കും ആ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഏതെല്ലാം വ്യക്തികളുടെ കാല് പിടിക്കണമെങ്കിലും നിങ്ങൾ പോയി പിടിക്കാറില്ലേ? കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വരണമെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൂടെ മാതാപിതാക്കളായ നാം കൂടെ ഇരുന്ന് അവരെ പഠിപ്പിച്ച് അവരെ വലുതാക്കാറില്ലേ? നിങ്ങൾക്കൊരു പഠനം പൂർത്തീകരിച്ച് നിങ്ങൾക്കൊരു ജോലി ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് തേയുന്നത് വരെയും നിങ്ങൾ അനേക ഇടങ്ങളിൽ നിങ്ങൾ നടന്നുപോയി നിങ്ങളൊരു ജോലി നേടുന്നില്ലേ? നിങ്ങൾക്ക് വയറു വിശക്കുന്നുണ്ടേ എങ്കിൽ, നിങ്ങൾക്ക് വിശപ്പുണ്ടേ എങ്കിൽ
നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ അനേകരുടെ ഇടയിൽ, അനേകരുടെ അടുത്തേക്ക് ചെന്ന് ഭക്ഷണം ചോദിക്കാറില്ലേ? ഇതേപോലെ എന്തുകൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഈ ശുഷ്കാന്തി നിങ്ങൾ കാണിക്കുന്നില്ല? നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ കാതിൽ കൂടി കേൾക്കുമ്പോൾ അത് നല്ലതിനെ നല്ലതാക്കി, അത് പൂർണ്ണതയുള്ള, അനുഭവമുള്ള, അനുഗ്രഹമുള്ള ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പൂർണ്ണമായും നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ആ ഓരോ ദൈവവചനവും നിങ്ങളുടെ നാവിൻ തുമ്പിൽ കൂടി നിങ്ങൾ ലോകത്തിന് വിളമ്പിക്കൊടുക്കുമ്പോഴാണ് ദൈവം നിങ്ങളിൽ അനുഗ്രഹം ചൊരിയുന്നത്. ദൈവം നിങ്ങളിൽ അനുഗ്രഹം ചൊരിയുവാൻ തുടങ്ങുന്നത്. നിങ്ങൾ സൈലൻ്റായിട്ടല്ല, സൈലൻ്റ് ആകരുത് എന്നാണ് പറയുന്നത്. ആ ഭർത്തിമായി നിലവിളിച്ചു. അനേകർ അവനെ നിരുത്സാഹപ്പെടുത്തി, അവനെ പുച്ഛിച്ചു, പരിഹസിച്ചു. എങ്കിലും അവനറിയാം, എനിക്ക് സൗഖ്യം ലഭിക്കണമെങ്കിൽ നസറേനായ യേശു എനിക്ക് വേണ്ടി എഴുന്നേറ്റു എങ്കിൽ മാത്രമേ. കാരണം അവൻ കേട്ടറിഞ്ഞ ദൈവത്തിൻ്റെ ആ സ്നേഹം അവൻ്റെ നാവിൻ തുമ്പിൽ നിന്നും ലോകത്തിന് വിളമ്പിക്കൊടുത്തു. നസറേനായ യേശുവേ, ദാവീദ് പുത്ര, അവനെ പൂർണ്ണമായും ക്രിസ്തു എന്ന് അവൻ അവൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടു. അപ്പോൾ അവൻ അനുഗ്രഹം ലഭിച്ചു. ദൈവമക്കളെ, യേശു അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? അവൻ്റെ നാവിൻ തുമ്പിൽ നിന്നും ആ ഉത്തരം വരണം. അന്വേഷിപ്പീൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ, നിങ്ങൾക്ക് തുറന്നു ലഭിക്കും. യാചിപ്പീൻ, നിങ്ങൾക്കത് ലഭിക്കും എന്ന് തിരുവചനത്തിൽ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. നിന്റെ ആവശ്യം എന്ത് എന്ന് നീ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട്, നീ പൂർണ്ണമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ നാവിൻ തുമ്പിൽ നിന്നും നിനക്ക് ലഭിക്കുവാനുള്ള, നിനക്ക് വേണ്ടിയ അനുഗ്രഹം നീ കർത്താവിനോട് ചോദിക്കുന്നു എങ്കിൽ നിനക്ക് അനുഗ്രഹം നിശ്ചയമാണ്. കാരണം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിനെ തിരയരുത്. ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ വേദപുസ്തകം മടക്കി എടുത്ത് ഷോക്കേസിൽ വെക്കരുത്. നിന്റെ ആവശ്യങ്ങളിൽ, നിന്റെ സന്തോഷത്തിലും നിന്റെ സന്താപത്തിലും ഏതെല്ലാം സാഹചര്യം ഉണ്ടോ അവിടെയെല്ലാം ഈ ബൈബിൾ തുറന്നാൽ ബൈബിളിൽ കൂടി ദൈവം നിന്നോട് സംസാരിക്കും. എങ്ങനെ? ആ ബൈബിളിനെ നീ സ്നേഹിക്കുമ്പോൾ, ആ ബൈബിളിനെ നീ കരുതുമ്പോൾ നിനക്ക് ആ തിരുവചനം ഒരു കാവലായിരിക്കും. ആ തിരുവചനം നിനക്ക് മധുരമായിരിക്കും. ആ തിരുവചനം ഇരുവായ്ത്തലയുള്ള വാളായി മാറും. എപ്പോഴ്? അതിനെ സ്നേഹിക്കുമ്പോൾ. നിന്നിൽ നിന്നും ഈ ലോകത്തിലേക്ക് നിന്നിൽ നീ ഗ്രഹിച്ചിട്ടുള്ള, നീ അറിവ് നേടിയിട്ടുള്ള ദൈവത്തിൻ്റെ വചനം നീ പ്രൊക്ലെയിം ചെയ്യണം, നീ വിളിച്ചു പറയണം. ആ വിളിച്ചു പറയുമ്പോഴാണ് ദൈവ അനുഗ്രഹം നിന്നിൽ ലഭിക്കുന്നത്. യേശു അവനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? റബ്ബി, അതിൻ്റെ 50 പറയുന്നുണ്ട്, റബ്ബി, യേശുവേ, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് കുരുടൻ പറഞ്ഞു. എനിക്ക് മറ്റുള്ള സ്വത്തല്ല എനിക്ക് ആവശ്യം, എനിക്ക് ഭൗതികമായ നേട്ടമല്ല എനിക്ക് ആഗ്രഹം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ യേശുവിനെ ഞാൻ കേട്ടറിഞ്ഞു, അനേകർ പറയുന്നത് എൻ്റെ കാതുകളിൽ കൂടി കേട്ടു. പക്ഷെങ്കിൽ ആ യേശുവിനെ എനിക്ക് നേരിട്ട് കാണുവാൻ എനിക്ക് കാഴ്ച പ്രാപിക്കണം. എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ, യേശു എൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അനേകമായ മാറ്റങ്ങൾ ലഭിക്കും എന്നെനിക്കറിയാം. കാരണം അത്രമാത്രം അവൻ യേശുവിനെ സ്നേഹിച്ചു, അത്രമാത്രം യേശുവിന് വേണ്ടി അവൻ ത്യാഗസമ്പൂർണമായ ജീവിതം ആ നിമിഷം വരെയും മുൻപോട്ട് കൊണ്ടുപോയി. കാരണം അവൻ അറിയാം, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നസറേനായ യേശു എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ അരികിൽ വരും, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ അരികിൽ ചെല്ലും.
ആ ഒരു മുഹൂർത്തം, ആ സമയം വന്നു. അവൻ നിലവിളിച്ചു. അവൻ്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കി യേശു അവനെ വിളിച്ചു. അവനെ നിരുത്സാഹപ്പെടുത്തിയവർ മാറി നിന്നു. അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്ന, അവനെ സ്നേഹിച്ചുകൊണ്ടിരുന്നവർ, എന്നവൻ വിശ്വസിച്ചുകൊണ്ടിരുന്നവർ മാറി നിന്നുകൊണ്ട് അവർ തലകുനിച്ചു നിന്നു എന്നാണ് പറയുന്നത്. കാരണം ദൈവമക്കളെ, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശത്രുക്കൾ ചിതറിപ്പോകും, ശത്രുക്കൾ വിരണ്ടോടും. നിന്റെ വീട്ടിൽ, നിന്റെ സഭയിൽ, നിന്റെ സമൂഹത്തിൽ നിന്നെ അടിച്ചമർത്തുവാൻ ശ്രമിച്ച വ്യക്തികൾ യേശു നിനക്ക് വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ദൈവനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി നീ പ്രവർത്തിപ്പാന്, ചിന്തിപ്പാന് ദൈവം അവസരം നിനക്ക് തരും. കാരണം നിനക്ക് വേണ്ടി യേശു എഴുന്നേറ്റ് കഴിഞ്ഞു. കാരണം ദൈവമക്കളെ, നാം ഓരോ കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ യേശുവിനെ നാം മുറുകെ പിടിക്കണം. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മുടെ കൈ അയച്ചുവിടുകയല്ല ചെയ്യേണ്ടത്. നാം കൂടുതലായിട്ട് ആ യേശുവിനെ മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങൾ തന്നെ ചെയ്തു തരും. ആ ഭർത്തിമായി പറയുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്നവനോട് പറഞ്ഞു. എനിക്ക് നിന്നെ കണ്ടാൽ മാത്രം മതി. നിന്റെ കൂടെ എനിക്ക് എൻ്റെ ബാഹ്യമായ കണ്ണു തുറന്ന് നിന്നെ കണ്ടുകൊണ്ട്, നീ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ കണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ, അവരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തെ കണ്ടുകൊണ്ട്, എൻ്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തികളെ കണ്ടുകൊണ്ട്, ദൈവം അവരിൽ കൂടി പ്രവർത്തിക്കുന്ന ആ വലിയ ആ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ട് കൂടുതലായിട്ട് ദൈവത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ ബാഹ്യമായ ഈ കണ്ണിനെ അങ്ങ് തുറന്നു തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് യേശു അവനോട് 52 പറയുന്നുണ്ട്, യേശു അവനോട് പോകാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളല്ല ദൈവസന്നിധിയിൽ ദൈവം നിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പറയേണ്ടത്. അതൊക്കെയും കർത്താവിനറിയാം. നിന്റെ കുടുംബ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളല്ല കർത്താവായ യേശു ക്രിസ്തു നിന്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പറയേണ്ടത്. അതെല്ലാം കർത്താവിനറിയാം. നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നീ ഭാരപ്പെടുന്ന, പ്രയാസപ്പെടുത്തുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, യേശു നിന്റെ മുൻപിൽ വന്നാൽ അതല്ല നിരത്തി വെക്കേണ്ടത്. കാരണം അതെല്ലാം യേശു അറിഞ്ഞിട്ടാണ്, നിന്നെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്, നിന്നെ കരം പിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയാണ് നിന്റെ നസ്രയനായ യേശു നിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ നീ അവൻ്റെ മുൻപിൽ ചെല്ലുവാൻ അവസരം ഒരുങ്ങിയത്. ആ സമയത്ത് ഭർത്തിമായി പറയുകയാണ്, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിച്ച് അങ്ങയ്ക്ക് വേണ്ടി എനിക്ക് ഈ ലോകത്തിൽ പ്രവർത്തിക്കണം. ദൈവമക്കളെ, നിങ്ങൾക്ക് ഈ കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി, ആത്മീയമായ കാഴ്ചയിൽ നിങ്ങൾക്ക് മുൻപോട്ട് നീങ്ങുന്നതിന് വേണ്ടി അനേകർ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിരിക്കാം. ദൈവമക്കളെ, നിങ്ങളെ അടിച്ചമർത്തുന്ന ലോകമാണ് ഇപ്പോഴത്തെ ലോകം. എനിക്ക് മാത്രം ഉയരണം, മറ്റുള്ളവർ എൻ്റെ പിന്നിൽ ഞാൻ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുക, പ്രവർത്തിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ദൈവമക്കളെ, ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നിന്റെ നരിയാണികൾ ഉറപ്പിച്ച് നീ ഓടുവാൻ തുടങ്ങും. നിന്റെ ഹൃദയത്തെ ബലപ്പെടുത്തിക്കൊണ്ട് നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനുള്ള ആ വിൽ പവർ നിനക്ക് ഞാൻ തരും. നിനക്ക് കാഴ്ച ശക്തി ലഭിക്കും. നിന്റെ കരങ്ങൾക്ക് അത്ഭുതമായ ശക്തി നിനക്ക് ഞാൻ തരും. നിന്റെ നാവിൻ തുമ്പിൽ നിന്നും വരുന്ന ആ ദിവ്യ വചസ്സുകൾ അനേകരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ
അവിടെ ദൈവം പ്രവർത്തിക്കും. എങ്ങനെ? നിന്റെ കാലുകൾ കർത്താവിന് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും. നിന്റെ കരങ്ങൾ കർത്താവിന് വേണ്ടി ചലിക്കുവാൻ തുടങ്ങും. നിന്റെ കണ്ണുകൾ നല്ലത് കാണുവാൻ ശ്രമിക്കും. നിന്റെ ഹൃദയം മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന ആഗ്രഹത്തോടുകൂടി ചിന്തിക്കുവാനുള്ള ആ ഹൃദയത്തെ ദൈവം നിനക്ക് തരും. നല്ലത് മാത്രം കേൾക്കുവാനുള്ള ആ ശ്രവണ ശക്തി നിനക്ക് തരും. ദൈവമക്കളെ, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞ്, ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അതിന് മറുപടിയായി അവർ പറയുന്നത് ഏറ്റു പറയുന്നതല്ല ഒരു ആത്മീയ ജീവിതം. നിങ്ങൾ മനസ്സിലാക്കിയ, നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചത് അത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്നും ലോകത്തിന് നിങ്ങൾ വിളമ്പി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ തരുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കും, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ദൈവത്തിനു വേണ്ടി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഇരട്ടി അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തരും. അതാണ് യേശു അവനോടെ പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. കാര്യം അവൻ്റെ വിശ്വാസം, അവൻ്റെ കരുതൽ, യേശുവിന് വേണ്ടി ജീവിക്കുവാനുള്ള മനസ്സ്, ആ ഉറച്ച മനസ്സ്. അവൻ ഭൗതികമായ നേട്ടമല്ല അവൻ ആഗ്രഹിച്ചത്. അവൻ ഭൗതികമായ ആ ഒരു ആഗ്രഹത്തോടു കൂടി അല്ല യേശുവിൻ്റെ അടുത്ത് ചെന്നത്. യേശു അവനോട് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കണം, നിന്നെ എനിക്ക് കാണണം, നിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുസഖിയായിട്ട്, ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനായിട്ട് നിന്റെ ചാരത്ത് നിൽക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. പിന്നീട് ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. അവന് നേരത്തെ അവൻ എന്നു മുതൽ അവൻ ആഗ്രഹിച്ചോ അതവൻ്റെ ജീവിതത്തിൽ സഫലീകരിച്ചു. കാരണം അവന് കാഴ്ച പ്രാപിച്ചു. പിന്നീട് അവനെ ആ ഭർത്തിമായി അവനെ അനുഗമിച്ചു എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ അനേകമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുമ്പോൾ നാം പലപ്പോഴും ചിന്തിക്കും, എൻ്റെ കാര്യങ്ങളൊക്കെയും സാധിച്ചു, ഇനിയും ആവശ്യം വരുമ്പോൾ ഇനിയും പ്രാർത്ഥിക്കാം എന്ന ചിന്താഗതി നിന്റെ ജീവിതത്തിൽ നീ വച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ചിന്താഗതി തിരുത്തേണ്ടിയ ദിവസമാണ് ദൈവമക്കളെ. നിന്റെ കണ്ണുനീര്, നിന്റെ നിലവിളിക്ക് യേശുവിനെ, ദൈവത്തെ അവിടെ പിടിച്ചു നിർത്തുവാൻ സാധിക്കും. അവിടാണ് തിരക്കോടെ പോയ കർത്താവിനെ ഭർത്തിമായി പിടിച്ചു നിർത്തി. തിരക്കോടെ പോയ ഭർത്തിമായി ദൈവത്തെ, യേശുവിനെ അവിടെ പിടിച്ചു നിർത്തി. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സോദോം ഗോമോറ നശിപ്പിക്കുവാൻ പോയപ്പോൾ അബ്രഹാം ദൈവത്തെ പിടിച്ചു നിർത്തി എന്നാണ് പറയുന്നത്. അബ്രഹാം ഈ ദൈവത്തെ അവിടെ പിടിച്ചു നിർത്തി. സോദോം ഗോമോറ നശിപ്പിക്കുവാൻ പോയപ്പോൾ അബ്രഹാം ദൈവത്തെ പിടിച്ചു നിർത്തി. അവിടെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനം വിഗ്രഹാരാധന ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കുവാൻ പോയ ദൈവത്തെ മോശെ അവിടെ പിടിച്ചു നിർത്തി എന്നാണ് പറയുന്നത്. ഇസ്രായേൽ മക്കളെ, അവർ വിഗ്രഹാരാധന, സത്യത്തില് അവർ ആരാധിച്ചു കൊണ്ടിരുന്ന വ്യക്തി, ജീവനുള്ള ദൈവത്തെ അവർ ആരാധിച്ചപ്പോൾ വീണ്ടും ജീവനില്ലാത്ത പ്രതിമയുടെ പിന്നാലെ പോയപ്പോൾ ദൈവം വിചാരിച്ചു ഇവരെ പൂർണ്ണമായും നശിപ്പിക്കുവാൻ. അപ്പോഴെന്താണ്? ദൈവത്തെ മോശെ അവിടെ പിടിച്ചു നിർത്തി. കാരണം എന്താണ്? തൻ്റെ ഭക്തന്മാർ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് അത് മറികടന്നു പോകുവാൻ കഴിയുകയില്ല. തൻ്റെ ഭക്തന്മാർ ഒരു വിഷയത്തിനു വേണ്ടി നിൽക്കുന്നു എങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് മനസ്സിലാക്കണം.
ഭക്തന്മാർ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് കടന്നു പോകുവാൻ സാധിക്കുകയില്ല. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൽ പറയുന്നുണ്ട്, യാക്കോബ് യാബൂക്കിന്റെ തീരത്ത് വെച്ച് ദൈവത്തെ പിടിച്ചു നിർത്തി. യാക്കോബ് യാബൂക്കിന്റെ തീരത്ത് വെച്ച് ദൈവത്തെ പിടിച്ചു നിർത്തി. ഹോശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 12 അധ്യായത്തില്, പുരുഷപ്രായത്തിൽ യാക്കോബ് ദൈവത്തെ പിടിച്ചു നിർത്തി എന്നാണ് പറയുന്നത്. ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിനെ നിർത്തുവാൻ കഴിയുമോ? കഴിയും. നിന്റെ നിലവിളിക്ക് മുൻപിൽ യേശു നിൽക്കുമോ? നിൽക്കും. നിന്റെ കണ്ണുനീരിനെ മറികടക്കില്ല. തൻ്റെ ഭക്തന്മാർ, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ നിലവിളിയിൽ ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ സാധിക്കും. ഭക്തന്മാർ നടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് മറുപടി കൊടുക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ബർത്തിമായി നിലവിളിച്ചു, യേശു അവിടെ നിന്നു. സോദോം ഗൊമോറ നശിപ്പിക്കുവാൻ പോയപ്പോൾ അബ്രഹാം ദൈവത്തെ പിടിച്ചു നിർത്തി. ഇസ്രായേൽ ജനം വിഗ്രഹാരാധന ചെയ്തപ്പോൾ അവരെ നശിപ്പിക്കുവാൻ പോയ ദൈവത്തെ മോശെ അവിടെ പിടിച്ചു നിർത്തി. യാക്കോബ് യാബൂക്കിന്റെ തീരത്ത് വെച്ച് യേശു ഈ ദൈവത്തെ അവിടെ പിടിച്ചു നിർത്തി. അതാണ് പറയുന്നത്, തൻ്റെ ഭക്തന്മാർ, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ നിലവിളിയിൽ ദൈവത്തെ അവിടെ പിടിച്ചു നിർത്തി നമുക്ക് വേണ്ടി അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. അതാണ് ദൈവമക്കളെ ടോപ്പിക്കിലായിട്ട് വായിച്ചു തന്നത്. റബി, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? റബി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. നിനക്ക് ഞാൻ എന്തു ചെയ്തു തരണം എന്ന് ഈ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് അതിരാവിലെ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ കാണണം, നിന്റെ ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കണം. അത് നീ ആഗ്രഹിക്കുന്നു എങ്കിൽ നിനക്ക് കാഴ്ച പ്രാപിക്കും. നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് ഉയർച്ച ലഭിക്കും. നിന്റെ കുടുംബ ജീവിതത്തിൽ നിനക്ക് സമാധാനം ലഭിക്കും. നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിനക്ക് ഉയർച്ച തന്നെ പ്രാപിക്കും. നിന്നെ വാലല്ല, നിന്നെ തലയാക്കുവാൻ കർത്താവ് ഇന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ നിന്നെ അംഗീകരിക്കുന്ന വ്യക്തികളുണ്ടാകും. നിന്റെ ദേശത്തിൽ നിന്നെ അംഗീകരിക്കുന്ന വ്യക്തികളുണ്ടാകും. നിന്റെ സഭയിൽ നിന്നെ അംഗീകരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകും. എപ്പോൾ നിന്നെ അടിച്ചമർത്തുവാൻ ശ്രമിച്ച എല്ലാ വ്യക്തികളും യേശു എഴുന്നേൽക്കുമ്പോൾ അവർ മൗനം പാലിച്ച് നിന്നെ അംഗീകരിക്കുന്ന ദിവസം ആയിരിക്കും ഇന്ന്. യഥാർത്ഥമായും നീ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു എങ്കിൽ ആ നിലവിളിയുടെ മുൻപിൽ കർത്താവ് മൗനം പാലിക്കുകയില്ല. നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. നിനക്ക് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് നിന്റെ തൊട്ടരികിൽ നിൽപ്പുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൂടുതലായിട്ട് ഉള്ള അനുഗ്രഹത്താൽ നാം ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവികമായ ചിന്തയിൽ, ദൈവികമായ നിറവിൽ നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ബ്രദർ പാത്തർ, താങ്ക് യു ബ്രദർ റൗലൻസ്, സിസ്റ്റർ ആൻജി, ബ്രദർ പ്രഗി, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ റേഡിയോയിൽ കൂടി, മീഡിയയിൽ കൂടി, ടെലിവിഷനിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടിയൊക്കെയും കണ്ട എല്ലാ ദൈവമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ അതിരാവിലെ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ ഈ ശബ്ദം മാധ്യമത്തിൽ കൂടി, റേഡിയോയിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. എല്ലാവരും കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, യേശുവിനെ കണ്ടുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.